കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച 2 കോടി രൂപ മൂല്യമുള്ള സ്വർണം മോഷണം പോയതായി ഗൗരി ലക്ഷ്മി ബായി പോലീസിൽ പരാതി നൽകി. അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് മോഷണം പോയത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, 2 കോടി മൂല്യമുള്ള ആഭരണങ്ങൾ മോഷണം പോയി എന്ന് പറയുമ്പോൾ വലിയൊരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. എപ്പോഴാണ് ഈ പരാതി നൽകിയത്, എപ്പോഴാണ് മോഷണം പോയത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു സ്ഥിരീകരണമുണ്ടോ? കൂടുതൽ സ്ഥിരീകരണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ 2 കോടി മൂല്യമുള്ള സ്വർണം കവർന്നതായിട്ടുള്ള പരാതിയാണ് പേരൂർക്കട പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പേരൂർക്കട പോലീസാണ് നിലവിൽ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ഗൗരി ലക്ഷ്മി ബായിയാണ് പരാതി നൽകിയത്. ഇരുമ്പ് അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങൾ ആണ് കവർന്നത് എന്നുള്ളതാണ് ഇവരുടെ പരാതിയിൽ ഇപ്പോൾ പറയുന്നത്. നഷ്ടമായത് പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ആഭരണങ്ങളാണ് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും 2 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ, അത് നിലവിൽ അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങൾ, അത് വീണ്ടും ചിട്ടപ്പെടുത്തുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു 2 കോടിയുടെ ആഭരണങ്ങൾ കാണാനില്ല എന്നുള്ള വിവരം മനസ്സിലായത് എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പരാതിയിൽ പറയുന്നത്. അങ്ങനെ ഒരു കവർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതിൽ വലിയ അന്വേഷണം പോലീസിന് നടത്തേണ്ടി വരും. അത്തരം അന്വേഷണമാണ് നിലവിൽ പേരൂർക്കട പോലീസ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും 2 കോടി രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ അത് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും മോഷണം പോയി എന്നുള്ള ഏറ്റവും പ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കൊട്ടാരത്തിനകത്ത് താമസിക്കുന്ന ഗൗരി ലക്ഷ്മി ബായി തന്നെയാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയതും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. അവർ തന്നെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വില മതിക്കുന്ന ആഭരണങ്ങൾ നഷ്ടമായി എന്നുള്ള പരാതിയാണ് പേരൂർക്കട പോലീസിൽ ഗൗരി ലക്ഷ്മി ബായി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൊട്ടാരത്തിലുള്ള ഒരുപക്ഷെ പരമ്പരാഗതമായി കൈമാറിപ്പോകുന്ന ആഭരണങ്ങൾ എന്തെങ്കിലും ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കവർച്ച നടന്നിരിക്കുന്നു കവടിയാറിൽ എന്നുള്ളതാണ്. അതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്, എപ്പോഴാണ് ഈ മോഷണം നടന്നത്, കണ്ടെത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളിലേക്ക് മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 2 കോടിയുടെ കവർച്ച എന്ന് പറയുമ്പോൾ വലിയൊരു കവർച്ചയാണ് കവടിയാർ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇരുമ്പലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഏകദേശം 2 കോടി മൂല്യമുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും